ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസിനേക്കാൾ അതിമാരകമായ ഒരു അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കും ഇത്. മാക്ക് 5-ൽ കൂടുതൽ, അതായത് മണിക്കൂറിൽ ഏകദേശം 7400 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ പറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിസൈൽ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആയിട്ടാണ് ഈ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു HGV അഥവാ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത് ആദ്യം ഉയർന്ന ഉയരത്തിലേക്ക് ഉയർത്തുകയും പിന്നീട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് അമിത വേഗത്തിൽ നീങ്ങുകയും ചെയ്യും. DRDO ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മിസൈലാണ് ധ്വനി. ധ്വനിയുടെ വികസനത്തിന് അടിത്തറ പാകിക്കൊണ്ട് DRDO മുമ്പ് ഒരു ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ പരീക്ഷിച്ചിരുന്നു. വിജയിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് സിസ്റ്റങ്ങൾ ഫീൽഡ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പുരോഗതിയാണ് ഈ പരീക്ഷണം കാണിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ബ്രഹ്മോസ്, ഇന്ത്യ റഷ്യ സംയുക്ത പദ്ധതിയായ ബ്രഹ്മോസ് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. ഏകദേശം 2.8 മുതൽ 3 വരെ മാക് വേഗതയിലാണ് ബ്രഹ്മോസ് എത്തുന്നത്. അതേസമയം ഇപ്പോൾ DRDO പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന ധ്വനിയാകട്ടെ ഈ വേഗത എന്ന് പറയുന്നത് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കും. അതായത് മാക് 5 കവിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് രൂപകൽപ്പനയിലാണ്. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. അതിശക്തിയേറിയതും താരതമ്യേന പ്രവചനാതീതവുമായ പാത പിന്തുടരുന്നു. മറുവശത്തെ ധ്വനിയാകട്ടെ അതിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് അമിത വേഗതയിൽ നീങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തന്ത്രപരമായ ആക്രമണങ്ങൾക്കപ്പുറം തന്ത്രപരമായ പ്രതിരോധത്തിലേക്ക് ഇതിന്റെ പങ്ക് വ്യാപിപ്പിക്കാനും സാധിക്കും. ദീർഘദൂര നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, സ്റ്റെൽത്ത് ഓറിയന്റഡ് ഷേപ്പിംഗ് എന്നിവയും ഈ ധ്വനിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നത് ഇതിനെ തന്ത്രപരമായ ആക്രമണങ്ങൾക്കപ്പുറം തന്ത്രപരമായ പ്രതിരോധത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്നാണ്. ഈ നവീകരണങ്ങൾ ഇന്ത്യക്ക് അതിവേഗ മിസൈൽ യുദ്ധത്തിൽ നിർണായകമായ മുൻതൂക്കമാണ് നൽകുന്നത്. ഇന്ത്യയുടെ മിസൈൽ പദ്ധതിയിലെ ഏറ്റവും അഭിലഷണീയമായ പദ്ധതികളിലൊന്നായിരിക്കും ധ്വനി. ഇത് 2025 അവസാനത്തോടെ പരീക്ഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിജയകരമായ ഒരു വിക്ഷേപണം ഇന്ത്യയെ അമേരിക്ക, റഷ്യ, ചൈന എന്നിവർക്കൊപ്പം ഹൈപ്പർസോണിക് ആയുധ വികസനത്തിൽ എത്തിക്കുകയും ഇന്തോ പസഫിക് മേഖലയിൽ അതിന്റെ തന്ത്രപരമായ കഴിവുകൾ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ചെയ്യും. പരമ്പരാഗതമായ ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ധ്വനി വളരെയധികം ഉയരത്തിലേക്ക് വിക്ഷേപിക്കപ്പെടും. ഈ സവിശേഷത, ഇതിന്റെ ഈ കഴിവ് ഇതിനെ കണ്ടെത്തുന്നത് അസാധ്യമാക്കുകയും തടസ്സപ്പെടുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ധ്വനിയെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല. കരയിലെയും സമുദ്രത്തിലെയും ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ ഇതിന് കഴിയും. ഇതിന് 6000 മുതൽ 10000 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് കണക്കാക്കിയിരിക്കുന്നത്. ധ്വനിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സങ്കീർണമായ രൂപകൽപ്പനയാണ്. ഏകദേശം 9 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ള ഒരു ബ്ലെൻഡഡ് വിംഗ് ബോഡി കോൺഫിഗറേഷൻ ആണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത. അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചുള്ള ഇതിന്റെ നൂതന താപ നിരീക്ഷണ സംവിധാനത്തിന് ഏറ്റവും അധികം ഉയരത്തിലെത്തിയതിനു ശേഷം വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശനം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന 2000 മുതൽ 3000 ഡിഗ്രി വരെ സെൽഷ്യസ് വരെയുള്ള താപനിലയെ നേരിടാൻ സാധിക്കും. കോണാകൃതിയിലുള്ള പ്രതലങ്ങളും മിനുസമാർന്ന രൂപരേഖകളും ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്ത ജ്യാമിതി അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് ശത്രു ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്ക് ഫലത്തിൽ ഇതിൽ നിന്ന് അദൃശ്യമാക്കുന്നു. സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷൻ, തെർമൽ ഷീൽഡിംഗ് സാങ്കേതിക വിദ്യകൾക്ക് അടിത്തറ പാകിയ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് DRDOയുടെ ഈ നാഴികക്കല്ല് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ 2029-2030 പ്രവർത്തന വിന്യാസമാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യയുടെ നിലവിലുള്ള അഗ്നി 5 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ വ്യാപ്തി ഇരട്ടിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെയധികം വലുതാണ്. പാകിസ്ഥാൻ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളെയും പഴയ തലമുറ ആയുധങ്ങളെയും ആശ്രയിക്കുന്നത് തുടരുമ്പോൾ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് കഴിവുകൾ നികത്താനാവാത്ത സാങ്കേതിക വിടവാണ് സൃഷ്ടിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ ധ്വനി മിസൈലിന്റെ അവസാന ഘട്ടത്തിൽ മൂർച്ചയുള്ളതും പ്രവചനാതീതവുമായ ഇതിന്റെ കഴിവ് ഏറ്റവും നൂതനമായ പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടയാൻ സാധിക്കുകയില്ല.
അതായത് ഇന്ത്യയുടെ ധ്വനി എന്ന് പറയുന്നത് സൈനിക മേധാവിത്വം മാത്രമല്ല, സമാനതകളില്ലാത്ത ശക്തിയിലൂടെ പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്ന ഒരു അജയ്യമായ തന്ത്രപരമായ പ്രതിരോധമാണ് ഇന്ത്യക്ക് നൽകുന്നത്. ചൈനയുടെ DF-ZFും അതേപോലെ തന്നെ റഷ്യയുടെ അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുമൊക്കെ ഇത്തരം ആയുധങ്ങളുടെ വിനാശകരമായ സാധ്യതകൾ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക പ്രതിരോധ മേഖലകളിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്വം പ്രകടമാക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ ശേഷി വികസിപ്പിച്ചെടുത്തതിനാൽ തന്നെ ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത് കൂടുതൽ ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് റഷ്യ പാകിസ്ഥാന്റെ JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി RD-93MA എഞ്ചിനുകൾ നൽകാൻ തീരുമാനിച്ചതായി ഇന്ത്യൻ വാർത്താ ഏജൻസികൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഈ നീക്കം നടത്തുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ ദീർഘകാല പ്രതിരോധ പങ്കാളിയായതിനാൽ തന്നെ ഇതിപ്പോൾ ഒരു വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് ഒരു പതിറ്റാണ്ടിലേറെയായി JF-17 തണ്ടർ RD-93MA എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ എഞ്ചിൻ കോൺഫിഗറേഷനുകൾക്ക് അനുയോജ്യമായ ക്ലിമോവ് RD-33ന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. ചൈനയാണ് ഈ JF-17 രൂപകൽപ്പന ചെയ്ത് പാകിസ്ഥാനുമായി സഹകരിച്ച് ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത RD-93MA എഞ്ചിനുകൾ ഉപയോഗിച്ച് ഇതിനിവർ പവർ നൽകുന്നു. എന്നാൽ ഈ എഞ്ചിനുകൾ റഷ്യയിൽ നിന്ന് നേരിട്ട് പാകിസ്ഥാനിൽ എത്തുന്നില്ല. പകരം ചൈന ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും റഷ്യയുമായുള്ള സ്വന്തം കരാറുകൾ പ്രകാരം ഇവ വാങ്ങുകയുമാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഏകദേശം 150ലധികം JF-17 തണ്ടർ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എല്ലാ RD-93 അല്ലെങ്കിൽ RD-93MA എഞ്ചിനുകളുമാണ്. നിലവിലുള്ള കരാറുകൾ പ്രകാരം ചൈനീസ് ഇടനിലക്കാർ വഴിയാണ് ഈ എഞ്ചിനുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. അതിനാൽ വിതരണം നിർത്താൻ ഇന്ത്യ റഷ്യയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദങ്ങൾ പ്രായോഗികമല്ല, മറിച്ച് കൂടുതൽ ഒപ്റ്റിമൽ ആണെന്ന് തോന്നുന്നു. കാരണം ഇത്തരം റിപ്പോർട്ടുകൾ ചൈനീസ് സ്രോതസ്സുകളിൽ നിന്ന് പോലും ഉത്ഭവിച്ചതായിരിക്കാം. പകരം തദ്ദേശീയ ചൈനീസ് എഞ്ചിനുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇതേ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ചൈനീസ് സ്രോതസ്സുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ RD-93MAക്ക് പകരമായി ചൈന ഇപ്പോൾ സ്വന്തമായി WS-13 ടർബോഫാൻ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. റഷ്യൻ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ WS-13 കുറഞ്ഞ ത്രസ്റ്റും കുറഞ്ഞ സേവന ജീവിതവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വിശ്വാസത സംബന്ധിച്ച ആശങ്കകളും പ്രകടന പരിമിതികളും കാരണം പാകിസ്ഥാൻ ഈ WS-13 സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. WS-13ന്റെ കുറഞ്ഞ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതം കയറ്റുനിരക്കിനെയും പേലോഡിനെയും കാര്യക്ഷമമായി ബാധിക്കുമെന്നുമാണ് എഞ്ചിനീയർമാർ പറയുന്നത്. കൂടാതെ ഓവർഹോളുകൾക്കിടയിലുള്ള അതിന്റെ ശരാശരി സമയം റഷ്യൻ ബെഞ്ച് മാർക്കുകളെക്കാൾ വളരെയധികം താഴെയുമാണ്. ജനറൽ ഇലക്ട്രിക്, റോൾസ് റോയ്സ്, സഫ്രാൻ എന്നിവയുടെ പാശ്ചാത്യ ഡിസൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയുടെ ഈ RD-93MA പോലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാധുനികമായി കണക്കാക്കപ്പെടുന്നില്ല. ഇവിടെ തെർമോഡൈനാമിക് കാര്യക്ഷമതയും ടർബൈൻ താപനില സഹിഷ്ണുതയും കുറവാണ്. എന്നാൽ മെറ്റലർജിക്കൽ ഗുണനിലവാരം, കംപ്രസർ കാര്യക്ഷമത, ടർബൈൻ ബ്ലേഡ് ദീർഘായുസ് എന്നിവയിൽ ചൈനീസ് എഞ്ചിനുകൾ ഇപ്പോഴും വളരെയധികം പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം പരിമിതികളുമുണ്ട്. അതായത് ചൈനയ്ക്ക് തുല്യമായതോ മികച്ചതോ ആയ ഒരു പ്രൊപ്പൽഷൻ വിശ്വാസ്യത പ്രകടിപ്പിക്കാൻ കഴിയുന്നത് വരെ തങ്ങൾക്ക് ഈ JF-17 പ്ലാറ്റ്ഫോമിന് RD-93MA എഞ്ചിൻ മതി എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ റഷ്യ പാകിസ്ഥാന് RD-93MA എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നു എന്ന ഈ റിപ്പോർട്ടുകൾ നിലവിലുള്ള വിതരണ ശൃംഖലകളെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് കാണിക്കുന്നത്. അതായത് എഞ്ചിനുകൾ ചൈന വഴി പാകിസ്ഥാനിൽ എത്തിയിട്ട് വളരെയധികം കാലമായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കുള്ള ഇപ്പോഴത്തെ ഈ വാർത്തയുടെ സ്രോതസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ചൈനയിൽ നിന്ന് ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.